ഗായ്സ്, അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ചെറിയൊരു പരിപാടി തുടങ്ങാൻ പോകണം ഗായ്സ്. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ഓട്ടവും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നേരെ നമ്മൾ പോയത് നമ്മുടെ സ്പോട്ടിക്കാണ്. സ്പോട്ടിൽ പോയപ്പോൾ ബബീഷും സോനുവും വൈഷ്ണവും വേണ്ടി എന്ന് പറഞ്ഞു. പിന്നെ ഒന്നും നോക്കിയില്ല ഗായ്സ്, നേരെ വിട്ടു. ഒരു ഞായറാഴ്ച ആയിരുന്നു. അപ്പോൾ വടക്കഞ്ചേരിക്ക് വിട്ടു. വടക്കഞ്ചേരി പോയപ്പോഴാണ് സംഭവം. പകുതി എത്തിയതും അവിടെ കട തുറന്നിട്ടില്ല പറഞ്ഞു. പിന്നെ ഒന്നും നോക്കിയില്ല ഗായ്സ്, നേരെ ആലത്തൂർ പോകാന്നുള്ള പ്ലാനിൽ ഞങ്ങൾ തിരിച്ചു അവിടുന്ന്. അപ്പോൾ എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തെങ്ങ് കയറുന്ന റോപ്പ് മേടിക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. നമ്മളെ ചെറിയൊരു പരിപാടി തുടങ്ങാന്നുള്ള പ്ലാനാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തൊരു കട തുറന്നിട്ടുള്ള ആളെ വിളിച്ച് വരുത്തി സാധനം മേടിക്കാന്നുള്ള പ്ലാനാണ്. സാധനം കുറേ നേരം വെയിറ്റ് ചെയ്ത് സാധനം അങ്ങനെ മേടിച്ചിരിക്കുകയാണ് ഗൈസ്. മേടിച്ചെന്ന് പറഞ്ഞാൽ ഇതുവരെ ഞാൻ കണ്ടിട്ടേ ഇല്ല ഈ സാധനം ഗൈസ്. വീഡിയോസിലും ഫോട്ടോസിലും മാത്രം കണ്ടിട്ടുള്ളൂ. പിന്നെ നേരിൽ നമ്മുടെ ഒരു അടുത്ത വീട്ടിൽ ഒരു തെങ്ങ് കയറാൻ നമ്മുടെ ഒരു അച്ചായം വന്നിട്ടുണ്ടായിരുന്നു. മൂപ്പരാണ് ഇത് കണ്ടത്. മൂപ്പൻ്റെ ഈ സംഭവം കണ്ടത്. സംഭവം നല്ല മനുഷ്യൻ. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ എല്ലാം കറക്റ്റായി എനിക്ക് പറഞ്ഞു തന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, ഞാൻ മേടിച്ചു. വീടെത്തിയിട്ട് ഫസ്റ്റ് ദിവസം തന്നെ നമ്മൾ കയറാൻ തുടങ്ങി. എന്താ വെച്ചാൽ കൊണ്ടുവന്നു നമുക്ക് നമ്മുടെ വീട്ടിലെ തെങ്ങിൽ തന്നെ ഏകദേശം തുടങ്ങി പരിപാടി ഗൈസ്. തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഫസ്റ്റിനെ കയറുമ്പോൾ ഒരു അത്യാവശ്യം നല്ല പേടി ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ അറിയും എന്താ വെച്ചാൽ പേടിച്ച് വരച്ചിട്ടാണ് നമ്മൾ കയറുന്നത്. ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോഴും ഓരോരോ പിടുത്തവും എല്ലാം നമ്മൾ ശ്രദ്ധിച്ച് ആലോചിച്ചിട്ട് ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. പിന്നെ നമ്മുടെ ഏട്ടൻ അടുത്തുണ്ടായിരുന്നു. ഏട്ടനും അതേമാതിരി ഫസ്റ്റ് ദിവസമാണ്. ഇതെന്താ സംഭവം എന്ന് പോലും അറിയില്ല. വിട്ട് കയറാൻ തുടങ്ങി. പിന്നെ 2-3 ദിവസം ഞാൻ ട്രെയിനിങ് എടുത്ത് 3-ാം പക്കമുള്ള വീഡിയോ ആണ് ഗൈസ്. അത്യാവശ്യം കുഴപ്പമില്ല. ഞാൻ ഹൈറ്റ് എത്തി. ഇതാണ്ട കയറുമ്പോൾ തന്നെ അത്യാവശ്യം സ്പീഡായി. എന്താ വെച്ചാൽ നമ്മൾ ഡെയിലി ഇതിലേക്ക് ഈ ഒരു തെങ്ങിലാണ് ട്രെയിനിങ് എടുത്തത്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല. ഞാൻ തിരിച്ച് ഇറങ്ങുമ്പോഴും അതേമാതിരി അത്യാവശ്യം നല്ലൊരു സ്പീഡ് കിട്ടി. എന്താ വെച്ചാൽ നമുക്കിതൊരു നാക്ക് മനസ്സിലായല്ലോ അതെങ്ങനെയാണ് സെറ്റപ്പ് എന്ന്. അപ്പോൾ ആരെങ്കിലും തേങ്ങയിടാൻ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്നെ വിളിച്ചോ, ഞാൻ വന്ന് അവിടെ ചെയ്ത് തന്നെ ആയിരിക്കും. പരിപാടി ഉഷാറായി, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞത് അത്യാവശ്യം നല്ലപോലെ പഠിച്ചു. ഏറ്റവും അറ്റം വരെ എത്താനുള്ള ഒരു പ്ലാനായി. പിന്നെ ഇതാണ്ട ഈ ഒരു വീഡിയോ എടുത്തു. ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സ്പീഡാണ്. എന്താ വെച്ചാൽ നമ്മൾ ഓരോ വീഡിയോയിൽ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഓരോ സ്റ്റെപ്പും. നമ്മൾ ഫസ്റ്റ് കയറിയ സ്റ്റെപ്പ്, സെക്കൻഡ് കയറിയ സ്റ്റെപ്പ്, 3-ാമത് കയറിയ സ്റ്റെപ്പ്. അങ്ങനെ 3-ാമത് പറഞ്ഞാൽ ഒരു 2-3 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഈ സംഭവം ഉണ്ടായത്. ഡെയിലി ഈ തെങ്ങി കയറി ട്രെയിനിങ് എടുത്തിട്ടാണ് സംഭവം തുടങ്ങിയത്. അപ്പോൾ എങ്ങനെയായാലും നല്ല സ്പീഡായി. പിന്നെ ഈ ഒരു സംഭവം ഞാൻ വീഡിയോ എടുത്തതും സ്റ്റോറി ഇട്ടപ്പോഴാണ് ഗായ്സ് എനിക്ക് ഇതിനെക്കുറിച്ച് അറിഞ്ഞത്. ഇതിന് ഒരുപാട് ആവശ്യക്കാരുണ്ടെന്ന്. ആവശ്യക്കാരെന്ന് ഉദ്ദേശിച്ചത് ഈ തേങ്ങയിടാൻ ആൾക്കാരില്ലാന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ നമുക്ക് ഫസ്റ്റ് കോള് കിട്ടിയിരിക്കുകയാണ് ഗായ്സ്. ഫസ്റ്റ് കോൾ എന്ന് പറഞ്ഞാൽ വലിയൊരു തോട്ടത്തേക്ക് തേങ്ങയിടാൻ വിളിച്ചു. നേരിട്ട് നമ്മളൊന്നും നോക്കിയില്ല, പോയി ഗായ്സ്. പോയി അത്യാവശ്യം കുഴപ്പമില്ല. വർക്കൊക്കെ കഴിഞ്ഞ് ഫൈനലി വീഡിയോ ഉണ്ട് ഇതെടുത്തത്. അത്യാവശ്യം കുഴപ്പമില്ല. സംഭവം നമ്മുടെ ഒരു അടുത്ത വീട്ടിലെ ചേട്ടൻ ഈ തേങ്ങയിടാൻ വന്ന കാരണം മാത്രമാണ് ഞാൻ ഈ സാധനം മേടിക്കാൻ സാധ്യത. ആളുടെ അടുത്ത് നന്ദി പറയണു. ആൾ പിന്നെ എപ്പോൾ വിളിച്ചാലും എനിക്ക് കറക്റ്റ് ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. പക്കാ മനുഷ്യൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാ കാര്യങ്ങളും പറഞ്ഞു. പിന്നെ മൂപ്പൻ്റെ അടുത്ത് നന്ദി പറയുന്നു. ഞാൻ മൂപ്പനെ പറയുന്നു, നന്ദി പറയുന്നു. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ കാണാൻ താല്പര്യം അക്കൗണ്ട്സ് ഫോളോ ചെയ്യാം. നമ്മുടെ അക്കൗണ്ടിൽ ഇനി ഈ ഒരു തെങ്ങ് കയറ്റത്തിൻ്റെ വീഡിയോ അത്യാവശ്യം ഇനി കൂടുതലായിട്ട് ഇടാം. പിന്നെ നമ്മുടെ മറ്റേ ഫീൽഡ് വിടില്ല. ഈ ഫീൽഡിന് ഹൈ ഫീൽഡ് ഉണ്ടാവും, ഈ ഫീൽഡും ഉണ്ടാവും, ഐ ഫീൽഡും ഉണ്ടാവും. അപ്പോൾ ആരെങ്കിലും തെങ്ങ് കയറാൻ ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചോ, ഞാൻ വരാം.